നമ്മുടെ പുതിയ വീടാട്ടോ. എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വരുന്നേ ഉള്ളൂ. അടുക്കളയൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. പഴയ വീട്ടിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് നമ്മുടെ അടുക്കള. കാരണം ഒരു സൈഡിലുള്ള കബേർഡ്സ് എല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കേ മാറി. ബാക്കി എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെ കേട്ടോ. കിച്ചൺ മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇവിടുത്തെ കിച്ചൺ സ്ലാബ് ഒത്തിരി താഴ്ന്നായിരിക്കുന്നത്. നേരത്തെ നമ്മുടെ എൻ്റെ ശരിക്കും ഒരു വയറിൻ്റെ ഭാഗം വരെ ഉണ്ടായിരുന്നു ആ സ്ലാബ്. ഇതിപ്പോൾ ഒത്തിരി താഴ്ന്നാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ചൊരു പരിചയക്കുറവുണ്ട്. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് റെഡി ആകുമല്ലോ. ഒരുവിധം ഒന്ന് സെറ്റാക്കി. ഇനി ഇതെല്ലാം ഒന്നും കൂടെ കുറച്ച് പണിയും കൂടെ ബാക്കി കിടപ്പുണ്ട്. എന്തായാലും മാറ്റങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പിന്നെ താഴെ ആയതുകൊണ്ട് കുറേ ഉപകാരങ്ങളും ഉണ്ട് കേട്ടോ. ലഞ്ചിനായിട്ട് ഞാൻ കുറേ പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസിൻ്റെ വേറൊരു സൈസിലെ പയർ ഇവിടെ കിട്ടുന്നത്, അതും തക്കാളിയും മല്ലിയും പുതിനയും ഉള്ളിയും പച്ചമുളകും ഒക്കെ. എന്നിട്ട് നമ്മൾ കുക്കർ വെച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഹോൾ സ്പൈസസ് ഇട്ടു. അരി ഞാൻ കഴുകി നമ്മുടെ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയം കൊണ്ടൊന്ന് കുതിർത്തിട്ടിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. നെയ്യിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ സവാളയും ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം മെല്ലെ മെല്ലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴറ്റിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഒരു 1 പോട്ട് മീലാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ തക്കാളി ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ കഴുകി ഒരുവിധം ഇച്ചിരി ഒന്ന് കുതിർത്തി കഴുകി ഇട്ട് അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, പിന്നെ ആവിയെല്ലാം മാറിയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് കഴിക്കാം. ഒരു വിസിലാണെങ്കിൽ അത്ര വേവ് കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ അതിനനുസരിച്ച് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചല്ല, നല്ല അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ശരിക്കും ഒരു പച്ചക്കറി 1 പോട്ട് മീലായിട്ട് തന്നെയാണിത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എളുപ്പമുള്ള ജോലികളാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഭക്ഷണമായാലും എല്ലാം. കാരണം ഈ അടുക്കലും ഒതുക്കലും ഒക്കെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ റൈത്ത ബൂന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ റൈത്ത കേട്ടോ, ബൂന്തി റൈത്ത. ഞാൻ ഉണ്ടാക്കി വെച്ച തൈരാണ്. കുറേ പാലുണ്ടായിരുന്നു, കുറേ ഒഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച തൈരായത്. പിന്നെ ആവിയൊക്കെ മാറിയ നമ്മുടെ റൈസ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഒരു വെജിറ്റബിൾ പുലാവ് പോലെ. പിന്നെ റൈത്തയും. ഒരാക്കെ കഴിക്കാൻ വന്നപ്പോൾ കറാച്ചി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. എനിക്കൊന്ന് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു സൈസിലെ ബിസ്ക്കറ്റായിരുന്നു. സംഭവം നല്ല ടേസ്റ്റാണ്. അതും പിന്നെ കേക്ക് റിസ്ക്കും ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ചായയൊക്കെ കുടിക്കുമ്പോൾ കഴിക്കാമല്ലോ. അത് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അത് കഴിക്കുകയാണ്. ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കഴിച്ചുകൊണ്ടേയിരിക്കും, മഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ കറാച്ചി ബിസ്ക്കറ്റ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് രാഗിയതേ റെഡിയായി ഇറങ്ങാൻ പോവുക. നമ്മുടെ വീടിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുപോലൊക്കെ തന്നെയാണ്. കിച്ചൺ മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം. പിന്നെ അടുക്കി ഒതുക്കി വെക്കുന്ന ജോലി ഒരു വലിയ ജോലി തന്നെയാണേ. ഒറ്റയടിക്കൊന്നും നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. മെല്ലെ 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 അങ്ങനെ നമ്മുടെ വീടൊക്കെയാണ് റെഡിയായി കിട്ടത്തുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ ജനലിൽ നിന്നാൽ നമ്മുടെ പാർക്കിംഗ് കാണാം, രാക്കെ പോകുന്നതൊക്കെ കാണാം. നേരത്തെ മേളിൽ നിന്ന് നോക്കുമ്പോൾ അതൊന്നും കാണത്തില്ലായിരുന്നു. അങ്ങ് ദൂരെ പോകുന്നതല്ലേ കാണത്തുള്ളായിരുന്നു. ഇത് നമ്മുടെ ഒരു റൂമിൽ നിന്നുള്ള, ഒരു റൂമല്ല 2 റൂമിൽ നിന്ന് നമുക്ക് ഒരു സൈഡിലെ റോഡ് നന്നായിട്ട് കാണാം. മേളിലോട്ട് ആ നമ്മുടെ വാക്ക് ചെയ്യുന്ന ഏരിയയൊക്കെ അവിടെയും കാണാൻ പറ്റും. പിന്നെ ആ നേരെ ആ കാണുന്ന നമ്മുടെ ശർമാജിയുടെ കടയൊക്കെ കുറച്ചും കൂടെ അടുത്തായി റോഡ് സൈഡിലാണ്. അല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നില്ല. നമ്മുടെ ബിൽഡിങ് ശരിക്കും നേരത്തെ താമസിച്ച ബിൽഡിങ് ഇതിന് കുറച്ചും കൂടെ അങ്ങ് ബാക്കിലോട്ടായിരുന്നു. ശരിക്കും ഒരു കോർണറിലോട്ടായിരുന്നു. ഇതിപ്പോൾ ശരിക്കും റോഡ് സൈഡിലോട്ടായി. നമ്മുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഓരോരുത്തർ നടന്നു പോകുന്നതും വരുന്നതും. അപ്പോൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയ ആണിത്. നമ്മുടെ പഴയ വീട്ടിൽ ഞാൻ പോയപ്പോൾ എടുത്തതാണ് നമ്മുടെ തേനീച്ച കൂട് കേട്ടോ. തേനീച്ചകൾ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ ഒന്നുമില്ല അതിനകത്ത്. കമ്പനിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ അവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എവിടെ പോയി എന്നറിയത്തില്ല, തേനീച്ചകളില്ല. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചുറ്റും കുറേ കറിവേപ്പില മരമുണ്ട്. അതിൽ ഒരെണ്ണം ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കൊണ്ടുവന്ന കറിവേപ്പിലയായത്. നാട്ടിൽ അതേ ഫ്ലേവറാട്ടോ. അങ്കൂന് നല്ല ചെവിവേദന ഉണ്ടായിരുന്നു. അവൻ ഫുട്ബോൾ കളിച്ചപ്പോൾ തട്ടിയതാണോ സ്വിമ്മിങ്ങിന് പോയപ്പോൾ വെള്ളം കയറിയതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അകത്ത് ഇൻഫെക്ഷൻ ഒന്നുമില്ല, പക്ഷേ വേദനയ്ക്ക് തുള്ളിമരുന്ന് കൊടുത്ത് അതിലാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 നേരം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് മഷ്റൂം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കുന്ന പോലെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു, സവാള ഒഴിച്ച് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി. സംഭവം എന്ന് വെച്ചാൽ ഒരു കുക്കർ മഷ്റൂം കറി കേട്ടോ.
പിന്നെ ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ അത് ഞാൻ ഊറ്റി മാറ്റി എടുത്തിട്ടുണ്ട്. അത് അധികം വേവിച്ചിട്ടില്ല, ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ടെടുത്തിട്ടേ ഉള്ളൂ. അതിനി നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, പിന്നെ ആവി മാറി തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. കാരണം നമ്മൾ ഈ മഷ്റൂം ഒക്കെ വഴറ്റി കുറേ ടൈം പോകും. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആകുകയും ചെയ്യും, വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ മഷ്റൂം മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കൂടെ ചപ്പാത്തി അതും കൂടെ പെട്ടെന്ന് ചുട്ടെടുത്തു. ഞാൻ പറഞ്ഞല്ലോ എല്ലാ എളുപ്പപ്പണികളാണ് ഇപ്പം ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. സമയം 6:10. അങ്കൂന് സ്കൂളിൽ പോകണം. അവന് ഞാൻ കുറച്ച് മഷ്റൂം മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയുടെ മാവും. അത് ഞാൻ പെട്ടെന്ന് പരത്തി 2 എണ്ണം ചുട്ട് പിന്നെ കുറച്ച് സോൾട്ടഡ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിയും മഷ്റൂം മസാല ചൂടാക്കി അത് ഒഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്ന് അവൻ്റെ ലഞ്ച് ബോക്സിൽ. അത് പെട്ടെന്ന് പാക്ക് ചെയ്ത് അവനെ അങ്ങ് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്കുവിൻ്റെ ടിഫിനും വെള്ളമൊക്കെ റെഡിയായി. ഇനി അവൻ പോയതിന് ശേഷം പിന്നെ അടുത്ത ഒരാൾക്ക് ഓഫീസിൽ പോകണം. അതിനുശേഷം വീട് ഒതുക്കണം. ഇതിനിടയ്ക്ക് ഭക്ഷണം, കുറച്ച് കാര്യങ്ങളിങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. നല്ല പണിയാണ്. ഞാൻ അങ്ങനെ കട്ടയ്ക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. മെല്ലെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ്. രാക്കയ്ക്ക് പറ്റുന്ന രീതിയിൽ രാക്കയും ചെയ്തു തരുന്നുണ്ട്. പെട്ടെന്ന് ചായ ഇട്ടെടുത്തു. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അതൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു സൈഡിൽ കൂടെ എങ്ങനെയൊക്കെയോ അങ്ങ് പോവാണ്. അങ്കും അങ്ങനെ പെട്ടെന്ന് സ്കൂളിൽ പോകാൻ റെഡിയായി. ഇതാണ് നമ്മുടെ മുൻവശം കേട്ടോ. മറ്റേ വീടിനെക്കാട്ടിയും കുറച്ച് വ്യത്യാസമുള്ളത് ഇവിടെയും ഉണ്ട്. ഈ ഡോറൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ വലുതാണ്. ഇത് നമ്മുടെ കയറി വരുന്ന എൻട്രൻസ് ആണ്. സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സൂര്യ ഭഗവാൻ. ഇപ്പോഴത്തെ സൈഡ്, അത് ബാക്ക് സൈഡിൽ കൂടെ ആകും ഇപ്പോൾ പോകുന്ന കേട്ടോ. നേരെ കാണുന്ന ആ സ്ഥലത്താണ് അവൻ്റെ വണ്ടി വരുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് നമ്മുടെ കിച്ചൺ ബാൽക്കണിയിലോട്ട് പോവുക. അവൻ അവിടെ നിന്ന് വിളിക്കും, അവൻ ബൈ പറയാൻ വേണ്ടി. അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ബൈ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. വണ്ടി അവിടെ കിടന്നാലും അവൻ അവിടെ മുഴുവൻ ചുറ്റിയിട്ടേ പോകത്തുള്ളൂ കേട്ടോ. എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. അപ്പം ഞാൻ കേൾക്കത്തില്ല, പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് വണ്ടിയിൽ കയറും. ഇപ്പം നമ്മുടെ വണ്ടി നന്നായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ കേരളത്തിലോട്ട് പോയ ട്രിപ്പ് തമിഴ്നാട് കഴിഞ്ഞ് കേരളം കയറാൻ പോകുന്ന ആ ഒരു രീതിയിലല്ലേ ഞാൻ കഴിഞ്ഞ ഒരു വ്ലോഗിൽ പറഞ്ഞു നിർത്തിയത്. അപ്പം തമിഴ്നാടിൻ്റെ ഒരു പ്രകൃതി ഭംഗിയാണിത്. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ നാട്ടിൽ കയറും. ഇപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ നാട്. അപ്പോൾ എത്താറായപ്പോൾ കാണുന്നുണ്ട് പാലക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ്. എന്തായാലും വെച്ച് വിട്ട് ഞങ്ങളങ്ങ് പോയി. ഇനി എന്തായാലും കേരളം കയറുന്ന ആ ഒരു സന്തോഷമായിരുന്നു. പിന്നെ കോയമ്പത്തൂർ എത്തിയപ്പോൾ നമ്മുടെ എഗ് പഫ്സ് വാങ്ങിച്ചു കഴിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലും ഒക്കെ ആണല്ലോ നമുക്കിഷ്ടമുള്ള രീതിയിൽ കിട്ടുന്നത് ഈ പഫ്സൊക്കെ. അങ്ങോട്ട് വേറെ മാറുമ്പോഴത്തേക്ക് പാറ്റീസ് എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലാണ് കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ അടിച്ച് മിന്നിച്ച് പോയി നമ്മുടെ ബോർഡറിലെത്തിയിട്ട് രാക്കെ കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം അവളൊക്കെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം തിരിച്ച് യാത്ര തുടങ്ങിയത് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു ബോർഡർ കേരളം കയറുന്നതിൻ്റെ ഒരു സന്തോഷം, പിന്നെ പാലക്കാട് എന്ന് പറയുന്നത് രാക്കയുടെ നാടാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷവും രാക്കയ്ക്ക് ഉണ്ടായിരുന്നു. പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം ബോർഡ്, നമ്മുടെ ബോർഡർ. പുറത്തിറങ്ങിയപ്പോൾ തന്നെ പ്രകടമായിട്ട് മാറ്റം കാണാം. കുറേ ചെടികളും നമ്മുടെ തെങ്ങും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാവും. പിന്നെ ചെറിയൊരു മഴക്കാറും ഉണ്ടായിരുന്നു. അങ്ങോട്ടങ്ങോട്ട് പോയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ പാലക്കാട്ട് കുറച്ച് മലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ മുകളിൽ മേഘം വന്ന് നിൽക്കുന്നതും. രാക്കയ്ക്ക് പിന്നെ വാതോരാതെ ഓരോ കാര്യങ്ങൾ പറയാനായിരുന്നു കേരളം അങ്ങോട്ട് കയറിയപ്പോൾ, രാക്കയുടെ സ്ഥലത്തോട്ട് കയറിയപ്പോൾ. അങ്ങനെ നമ്മൾ പാലക്കാട് ലുലുമോളിൻ്റെ ഫ്രണ്ടിലെത്തി. ലുലുമോളൊക്കെ പാലക്കാടും വന്നു എന്ന് ഞാൻ ഇങ്ങനെ തമാശയായിട്ട് ചോദിച്ചു കേട്ടോ പുള്ളിയോട്. പുള്ളി പറയും പാലക്കാടെന്ന് പറഞ്ഞാൽ നീ എന്താ വിചാരിക്കുന്നത്, അത്രയ്ക്ക് വലിയ സംഭവമാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ കുതിരാൻ ടണലുണ്ടല്ലോ അതിലേക്കൂടെയാ പോകുന്നത്. നമ്മുടെ KSRTC ബസ്സിനെ കണ്ടുപിട്ടി, 1 അല്ല 2 എണ്ണം. ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ. എൻ്റെ അമ്മ KSRTCന്ന് സൂപ്രണ്ടായിട്ട് റിട്ടയർ ആയതാ കേട്ടോ. ഒരു ബന്ധവും ഉണ്ട് ഞങ്ങൾക്ക് KSRTC ആയിട്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. മുകളിൽ അമ്മയും സൃഷ്ടിയും നോക്കി നിൽക്കുമായിരുന്നു. നേരെ പാറുവിൻ്റെ വീട്ടിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാറിൻ്റെ വീട്ടിൽ, അതായത് അവൾ റെൻറ്റിന് താമസിക്കുന്ന വീട്ടിലായിരുന്നു ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവൾ ഫ്ലാറ്റ് മാറിയത്. ഇതൊക്കെ ഞാൻ നാട്ടിൽ വന്നിട്ടുള്ള വ്ലോഗുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ നാട്ടിൽ വന്ന സീരീസ്
ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന ആ ഒരു ദിവസത്തെ കുറച്ച് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അങ്ക് വന്ന് കുളിച്ച് വൃത്തേ നമ്മുടെ ഞുഞ്ഞുമോനെ എടുക്കുകയാണ്. സൃഷ്ടി ഞങ്ങളെ വരവേച്ചത് ഈ വേഷത്തിലാട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ. ഞുഞ്ഞുമോൻ അവൻ ഫോണിലല്ലേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ പോയത്. പിന്നെ കുറച്ച് നാൾ അവന് ഓർമ്മ, അതായത് നമ്മളൊക്കെ മനസ്സിലാവാറായപ്പോൾ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷം തന്നെ ഒന്ന് കാണുമായിരുന്നു. നാട്ടിലെത്തിയ ഇതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. നാട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസത്തെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടായിരുന്നു ചെയ്തത്. നമ്മൾ ചെന്ന ദിവസം ഇതൊക്കെയായിരുന്നു. ഞുഞ്ഞുമോൻ്റെ ഡാൻസും ഞങ്ങളെ കണ്ട ഒരു സന്തോഷവും. നല്ല ഡാൻസാട്ടോ ഞുഞ്ഞുമോൻ്റെ ഒരു സന്തോഷമൊക്കെയാ. ഞാനത് എടുത്തു വെച്ചത് ഞാൻ ഈ വ്ലോഗിലോട്ട് അങ്ങിടുക എന്തായാലും. അങ്ങനെ ഒരു ലോങ് ട്രിപ്പിന് ശേഷം നാട്ടിലെത്തി. മനു ഫാറിൻ്റെ ഹസ്ബൻഡ്, ഞാൻ നേരത്തെ എല്ലാവരെയും കാണിച്ച ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചതാ. അപ്പം ചെന്ന് കണ്ട ആ ഒരു സന്തോഷമാണ് പിള്ളേർക്കെല്ലാം. പിന്നെ ഇത്രയും ദിവസത്തെ ആ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ വേറെ ഒരു ഉന്മേഷം കൂടെ വരുമല്ലോ. ഞാൻ പിന്നെ കുറേ ഞുഞ്ഞുവാനായിട്ടിരുന്നു. അവൻ എൻ്റെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. കുറേ നേരം അവൻ കളിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അവൻ എൻ്റെ ശബ്ദമൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നല്ലോ. അമ്മ ദേ ഞുഞ്ഞുമോന് കുഴക്കട്ട ഉണ്ടാക്കുക. ജീരകവും നമ്മുടെ അരിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കുഴച്ചിട്ട് നല്ല വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇടും. അവനൊരെണ്ണമൊക്കെ കഴിക്കും, ബാക്കി ഞങ്ങളൊക്കെ തന്നെ കഴിക്കും. ഇതൊക്കെയാണ് ഞുഞ്ഞുമോൻ ഇപ്പം അമ്മ കൊടുത്തു തുടങ്ങിയ ഫുഡുകൾ കേട്ടോ. ഇത് ശരിക്കും നെക്സ്റ്റ് ഡേ ആട്ടോ. നെക്സ്റ്റ് ഡേയിലുള്ള ഭക്ഷണ കാര്യങ്ങളും ഒക്കെയാ. ഞുഞ്ഞുമോൻ കുളിച്ച് സുന്ദര കുട്ടനായിട്ട് നിൽപ്പുണ്ട്. അവൻ എല്ലാവരുമായിട്ട് നന്നായിട്ട് അടുക്കും. സൃഷ്ടിയും നമ്മുടെ സൂപ്പർ ഹീറോയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുടിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അമ്മ മീൻ വറക്കാൻ പോവാ. കുഞ്ഞ് നെത്തോലി ഉണ്ടല്ലോ, അത് പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് വെളിച്ചെണ്ണയിലിട്ട് അങ്ങ് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് അല്ലേ ഇതിന്. നല്ല ടേസ്റ്റായതിന് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇതിന് ഓരോ സ്ഥലത്തും ഓരോ രീതി, ഓരോ പേരാ പറയുന്നത്. കൊഴുവാന്ന് ചിലർ പറയും, നമ്മൾ പൊടി നെത്തോലി, കുഞ്ഞു നെത്തോലി എന്ന് പറയും. അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല ക്രിസ്പി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതായിരുന്നു അപ്പോൾ നമ്മുടെ ലഞ്ച്. കൊഞ്ച് കറി ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞു നെത്തോലി വറുത്തതുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഈ നെത്തോലിയും കൊഞ്ചും മാങ്ങയൊക്കെ കഴിക്കുന്നത്, പ്രത്യേകിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.